الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മുഹറം മാസം ഇസ്ലാമിക ചരിത്രത്തിലെ പോരാട്ടത്തിൻ്റെയും മനുഷ്യ അവകാശങ്ങളുടെ ലംഘനത്തിനെതിരായും നടക്കുന്ന സമരങ്ങളുടെയും ഒരു മാസമാണ് എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് ഈ മുഹറം മാസം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറമിലെ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഹദീസുകളിൽ ഫിർഔൻ എന്ന ദുശ്ശക്തിക്കെതിരെ പോരാടിയ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും വിജയത്തിന്റെ സ്മരണയാണ് മുഹറം 10 എന്ന് സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ മുസ്ലിം സമൂഹത്തിലെ ഗണ്യമായ ഒരു വിഭാഗം വരുന്ന ഷിയ മുസ്ലിമീങ്ങൾ മുഹറം 10 വേറെ ഒരു നിലക്ക് ആചരിച്ചുകൊണ്ടിരിക്കുകയും ചരിത്രത്തിലെ പല സംഭവങ്ങളും അന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കർബല ദിനമാണ് അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വമാണ് ആ കർബല ദിനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിലുള്ള വികാരപ്രകടനവും അനുശോചനവും മറ്റു തരത്തിലുള്ള വിലാപങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ ഷിയ മുസ്ലിമീങ്ങളിൽ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ചരിത്രം ഈ മുഹറമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം അത് എന്തിനായിരുന്നു? എന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആ സംഭവത്തിന്റെ പ്രാധാന്യം? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെയും സംരക്ഷണത്തിലും തർബിയത്തിലും ശിക്ഷണത്തിലും വളർന്ന ഒരു വ്യക്തിയാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരെയും
അവരുടെ നടപടിക്രമങ്ങൾക്കെതിരിലും രൂക്ഷമായ ഒരു സമരത്തിന് സന്നദ്ധനായി പുറപ്പെട്ടതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം നിസ്സാരമായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഡ്ഢിയായിരുന്നില്ല അദ്ദേഹം. താൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്, അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും, തന്റെയും തന്റെ കുടുംബത്തിന്റെയും മുഴുവൻ രക്തസാക്ഷിത്വത്തിലായിരിക്കും അത് കലാശിക്കുക എന്നെല്ലാം മനസ്സിലാക്കാനും അത് അറിയാനുമൊക്കെ കഴിവുള്ള വളരെ യോഗ്യനായ, വളരെ ഉയർന്ന ഇസ്ലാമികമായ പാണ്ഡിത്യവും ബുദ്ധിപരമായ കഴിവും ഉള്ള വ്യക്തിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി നിലവിലുള്ള ഭരണ സമ്പ്രദായത്തിനും അധികാര വർഗത്തിനുമൊക്കെ എതിരായി രംഗത്ത് വരുമ്പോൾ അതിന്റെ പ്രേരകം എന്തായിരുന്നു? അത് മറ്റുള്ളവരിൽ നിന്ന് അധികാരം തന്റെ കയ്യിലേക്ക് വരണം എന്ന ചിന്തയായിരുന്നുവോ, അല്ലെങ്കിൽ ജാഹിലിയ കാലം മുതൽ തന്നെ നിലനിന്നിരുന്ന ബനു ഉമയ്യ ഗോത്രക്കാരുടെയും ബനു ഹാഷിം ഗോത്രക്കാരുടെയും ഇടയിലുള്ള ആ വൈരവും വിദ്വേഷവും ആയിരുന്നു? അതോ ഭരണാധികാരം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന യസീദിന്റെ വ്യക്തിത്വത്തിലുള്ള തകരാറുകളും അദ്ദേഹത്തിന്റെ പോരായ്മകളും ആയിരുന്നോ അതിന് പ്രചോദനം? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അതെല്ലാം ആ സമരത്തെയും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെയും വിലയിടിച്ച് കാണലും അതിനെ നിസ്സാരവൽക്കരിക്കലും ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നുമായിരുന്നില്ല. ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ ഒരു പക്ഷേ അതിൽ ചില കാരണങ്ങളായി മാറിയിട്ടുണ്ടായേക്കാമെങ്കിലും മൗലികമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു രംഗപ്രവേശം ചെയ്യുന്നത് അതിനേക്കാളെല്ലാം മഹത്തരമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ അനുയായികളുടെയും ഒക്കെ രക്തം ചിന്തേണ്ടി വന്നാലും രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും അതൊക്കെ ആ ഉന്നതമായ ലക്ഷ്യങ്ങളുടെ മുന്നിൽ നിസ്സാരമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് പ്രേരിപ്പിച്ചത്, ഒരു പോരാട്ടത്തിന് അദ്ദേഹത്തെ ഇറക്കിയത് എന്ന് നമ്മൾ അല്പം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെയും അതിന്റെ സവിശേഷതകളും അത് സമൂഹത്തിൽ സൃഷ്ടിച്ച പരിവർത്തനങ്ങളും എന്തായിരുന്നുവെന്നും അതിനെല്ലാം ഈ പുതിയ സംഭവങ്ങൾ ഏതു രൂപത്തിലാണ് ദോഷകരമായി ബാധിച്ചത് എന്നും അല്പം നാം ചിന്തിക്കേണ്ടി വരുന്നത്. 19 വർഷമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന് കീഴിൽ ഇസ്ലാമികമായ ഒരു ഖിലാഫത്ത് അത് സ്ഥാപിച്ച് നടപ്പാക്കി വരികയായിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ വമ്പിച്ച തരത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സ്വഭാവത്തെ സംസ്കരിച്ചു, അവരുടെ ജീവിത രീതിയെ ആകെ പരിവർത്തന വിധേയമാക്കി, ഭരണാധികാരികളുടെയും അതുപോലെ ഭരണീയരുടെയും നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കി, അവർക്ക് ഇസ്ലാമികമായ മൂല്യങ്ങളും ധർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു, ഓരോ വിഭാഗത്തിന്റെയും ഉത്തരവാദിത്വവും ബാധ്യതകളും എന്തൊക്കെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി, ആ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമികമായ ഒരു ഭരണക്രമവും ഇസ്ലാമികമായ ഒരു സംസ്കാരവും ഇസ്ലാമികമായ ഒരു ജീവിത രീതിയുമായിരുന്നു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും കാലഘട്ടത്തിൽ നടപ്പാക്കി കാണിച്ച് നിലനിർത്തി തന്നത്. അപ്പൊ അത് സമൂലമായ രീതിയിലുള്ള ഒരു മാറ്റമായിരുന്നു. പഴയ ജാഹിലിയ്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ജീവിതവും ഒരു സംസ്കാരവും ഒരു ഭരണ രൂപവുമായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ജീവിതവും അവരുടെ സംസ്കാരവുമൊക്കെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായത്. അതിൽ ഭരണാധികാരി എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവുമേറെ ഭയപ്പെടുന്ന സാത്വികനായ ഒരു വ്യക്തിത്വമായിരിക്കും. ആ ഭരണാധികാരി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളുടെ സ്വതന്ത്രമായ ബൈഅത്തിന്റെയും അവരുടെ സമ്മതിദാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ആരാണ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ഇടയനായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് ആ ആളുകൾ സ്വതന്ത്രമായിക്കൊണ്ട് തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനും ഏറ്റവും ധർമ്മബോധമുള്ളവനും ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവനും ഏറ്റവും ഏറെ നേതൃശേഷിയുള്ളവനും ആരാണോ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക. അവർക്ക് സമൂഹത്തിന്റെ മുഴുവൻ തന്നെ അംഗീകാരവും സമ്മതിയും ഉണ്ടാവുക. അവർ ആ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ആ ബൈഅത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവാതിരിക്കുക. സ്വതന്ത്രമായി ആരെയും നിർദ്ദേശിക്കാനും ആരെയും തെരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവുക. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇനി ഇയാളെ പറ്റുകയില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ പിരിച്ചുവിടാനുള്ള അധികാരവും അവർക്കുണ്ടാവുക. അവർക്ക് ഇസ്ലാമികമായി ഇയാൾ വ്യതിചലിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ചോദ്യം ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയും സംസ്കാരവും ഭരണ സമ്പ്രദായവുമായിരുന്നു ഇസ്ലാമിൽ നിലനിന്നിരുന്നത് എന്നും ഖുലഫാഉർ റാഷിദുകളുടെയും പ്രവാചകന്റെയും കാലഘട്ടങ്ങളിലൊക്കെ സ്ഥാപിതമായിരുന്നത് എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു സമരത്തിന് വേണ്ടി രംഗപ്രവേശം ചെയ്യുന്നത്. കാരണം ഈ രൂപത്തിലുള്ള ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദുകളും കാണിച്ചു തന്നതുമായ ആ സംസ്കാരത്തിൽ നിന്നും ജീവിത രീതിയിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും സമൂഹം വഴിതെറ്റിപ്പോവുകയാണ്. ആ ദിശയിലേക്ക് വണ്ടി റെയിൽ തെറ്റുന്നുണ്ട്. ഈ തെറ്റിപ്പോകുന്ന ഈ സന്ദർഭത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ തന്നെ പ്രകടമാവാൻ തുടങ്ങിയിട്ടില്ല എങ്കിലും ക്രാന്തദർശിയായ ആ വ്യക്തിക്ക് വരാൻ പോകുന്ന ആപത്തുകളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുമായിരുന്നു. ദിശ മാറിപ്പോവുകയാണ് എങ്കിൽ, റെയിൽ തെറ്റിപ്പോവുകയാണ് എങ്കിൽ അത് പിന്നെ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ സാധിക്കുമായിരുന്നു. കിസ്റായുടെയും കൈസറിന്റെയും ഒക്കെ സംസ്കാരങ്ങളെയും അവരുടെ ജീവിത രീതികളെയും അവരുടെ ഭരണ സമ്പ്രദായങ്ങളെയും തൂത്തുമാറ്റിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകനും ഖുലഫാഉർ റാഷിദുകളുമൊക്കെ ആ തലസ്ഥാനത്ത് ഇസ്ലാമിന്റേതായ നടപടിക്രമങ്ങളും ജീവിത രീതിയും നടപ്പാക്കി കാണിച്ചു തന്നത്. അപ്പൊ അതിൽ നിന്ന് വീണ്ടും പഴയതിലേക്ക് തന്നെയുള്ള ഒരു തിരിച്ചുപോക്കായും ഇസ്ലാമിന്റെ ആ ശുദ്ധമായ പവിത്രമായ സരണിയിൽ നിന്നുള്ള വ്യതിയാനമായിട്ടും ഈ മാറ്റത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് യസീദ് ഭരണം ഏറ്റെടുത്തതോടുകൂടി ഇത് നിർണായകമായ ഒരു ദശാസന്ധിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ഇതിനെതിരായിക്കൊണ്ട് ശക്തമായ ചില ചലനങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉത്തമ വിശ്വാസമുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു വിപ്ലവത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒന്നാമതായി ഈ ഒരു ദിശാമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഉസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനത്തിലൂടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിത്തീരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഉണ്ടായിത്തീർന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം അപകടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എന്ന് അല്പം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായി ഇസ്ലാമിൽ ഖലീഫ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ അവരുടെ സ്വതന്ത്രമായ ഇഷ്ടമനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ്. അതിൽ പ്രത്യേകമായ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സമൂഹത്തിനോ ഒരു ഭാഷക്കാർക്കോ ഒരു ദേശക്കാർക്കോ യാതൊരു സവിശേഷതയുമില്ല. ആരാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇസ്ലാമിക ജനാധിപത്യം ഏറ്റവും സവിശേഷമായ രൂപത്തിൽ പുലരുന്ന ഒരു രംഗമാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇസ്ലാം ജനാധിപത്യത്തിന് എതിരാണ് എന്ന് ചില ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ജനാധിപത്യം തന്നെയാണ് ഇസ്ലാം എന്ന് വേറെ ചില ആളുകൾ പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇസ്ലാം ജനാധിപത്യത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള ജനാധിപത്യ സമ്പ്രദായങ്ങൾക്കും ഇസ്ലാം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, അംഗീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് അതിന്റെ താത്വികമായ മണ്ഡലത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾ ഏത് നിയമങ്ങളും സ്വന്തം അഭിപ്രായമനുസരിച്ച് ഉണ്ടാക്കാനും നടപ്പാക്കാനും അവർക്കാണ് അധികാരം എന്ന ഒരു സങ്കല്പമുണ്ട്. ജനങ്ങളാണ് അവർക്ക് വേണ്ടി ഏത് രംഗത്തും നിയമങ്ങൾ നിർമ്മിക്കേണ്ടതും അത് നടപ്പാക്കേണ്ടതും അത് ശരിവെക്കേണ്ടതും അത് അംഗീകരിക്കേണ്ടതും അവർക്കാണ് അതിനുള്ള അധികാരം എന്ന വിശ്വാസം. ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും കാതലായ മൗലികമായ ഒരു താത്വികമായ ഘടകമായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. ഇവിടെ ഇസ്ലാമിന്റെ ചില വിയോജിപ്പുകളുണ്ട്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അധികാരം ചില ഉപാധികൾക്ക് വിധേയമായിട്ട് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും പ്രവാചകന്റെയും നിയമങ്ങൾ, ആ നിയമങ്ങൾ വ്യക്തമായിട്ട് ഉള്ളയിടത്ത് അതിന് എതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അധികാരം ഒരു ശക്തിക്കും ഇല്ല. ജനങ്ങൾ മുഴുവനായി ഒന്നിച്ച് ഒരാളും അഭിപ്രായ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും തീരുമാനിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് സ്വീകാര്യമല്ല എന്ന കാര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല. അപ്പോൾ ആ രൂപത്തിലുള്ള മേഖലകളിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം പരിമിതമാണ്. പിന്നീട് ജീവിതത്തിന്റെ പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും വ്യക്തമായി അള്ളാഹുവും റസൂലും ഒരു നിയമം പറഞ്ഞു തരാത്ത പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെതായ പരിമിതികളിൽ നിന്നുകൊണ്ട് നിയമനിർമ്മാണവും അതുപോലെ വ്യവസ്ഥകൾ ഉണ്ടാക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. അതുപോലെ ശരീഅത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന രൂപത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്ത ചില മേഖലകളുമുണ്ട്. ആ മേഖലകളിലും അതിന്റെ പരിപൂർണമായ അവകാശം ഈ മനുഷ്യ സമൂഹത്തിന് തന്നെയാണ്. അപ്പൊ ഈ രൂപത്തിൽ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുക, ഭരണാധികാരിയെ നിശ്ചയിക്കുക എന്നുള്ളിടത്തൊക്കെ ഈ പ്രജകളുടെ, ഭരണീയരുടെ, നാട്ടുകാരുടെ, വിശ്വാസി സമൂഹത്തിന്റെ അവരുടെ പൂർണ്ണമായ അഭിപ്രായവും അവരുടെ തെരഞ്ഞെടുപ്പുമാണ് അതിന്റെ മാനദണ്ഡം. അവിടെ ജനാധിപത്യം അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ 100% ശക്തമായ രീതിയിൽ പാലിക്കപ്പെടണമെന്നും നിലനിർത്തപ്പെടണമെന്നും ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ഗോത്രത്തിനോ വർഗത്തിനോ അല്ലെങ്കിൽ ഭാഷക്കാർക്കോ ദേശക്കാർക്കോ ഭരണവും നേതൃത്വവും കൊടുക്കുന്ന ഒരു രൂപം, ഒരു സങ്കല്പം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ചരിത്രത്തിലുടനീളം
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുസ്ലിം സമൂഹമാണ് ബൈഅത്ത് ചെയ്യുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യുന്നതും സ്വതന്ത്രമായ തീരുമാനപ്രകാരം മുസ്ലിം സമൂഹമാണ്. അതേ മുസ്ലിം സമൂഹത്തിന്റെ പൂർണ്ണമായ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അധികാരത്തിലേറുന്നത്. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞെടുക്കുന്നത് മുസ്ലിം സമൂഹം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതിനും ആ ഭരണാധികാരിയെ ബൈഅത്ത് ചെയ്യുന്നതിനും പൂർണ്ണമായ സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും ഉണ്ടായിരിക്കണം. ഇതിന്റെ കടക്കാണ് യഥാർത്ഥത്തിൽ യസീദിന്റെ സ്ഥാനാരോഹണത്തോടുകൂടി കത്തിവെക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുആവിയയുടെ പുത്രനായി എന്നതിന്റെ അടിസ്ഥാനത്തിലും മുആവിയയുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന അടിസ്ഥാനത്തിലും ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിന് അവിഹിതമായ രീതിയിലുള്ള പല സമ്മർദ്ദ രീതികളും പ്രയോഗിച്ചുകൊണ്ടുമാണ് യസീദ് അധികാരത്തിലേറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ പൂർണ്ണമായ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും അവർക്ക് വകവച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഒരിക്കലും യസീദിനെ പോലെയുള്ള ഒരു ഭരണാധികാരി മുആവിയയ്ക്ക് ശേഷം മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുമായിരുന്നില്ല. ആ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഏറ്റവും അവസാനത്തെ ആളായിരിക്കും യസീദ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മുആവിയയുടെയും മറ്റ് പല നേതാക്കന്മാരുടെയും സൂത്രപ്പണികളിലൂടെയും അവരുടെ തന്ത്രങ്ങളിലൂടെയും യസീദിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ ബൈഅത്ത് ശക്തി പ്രയോഗിച്ചുകൊണ്ട് സംഭരിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അടിസ്ഥാനപരമായി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആണിക്കല്ല് തന്നെ തകർക്കപ്പെടുന്ന, അത് മുഖേന ഒരുപാട് പ്രയാസങ്ങൾക്കും അതുപോലെ ദുരിതങ്ങൾക്കും അതുപോലെ ദൂഷ്യങ്ങൾക്കും വാതിൽ തുറക്കപ്പെടുന്ന ഒരു സംഭവമായിരുന്നു അത് എന്ന് ഹുസൈൻ റളിയല്ലാഹുവിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് അദ്ദേഹത്തെ രംഗപ്രവേശം ചെയ്യാൻ പ്രേരിപ്പിച്ച മുഖ്യമായ ഒരു ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും സുപ്രധാനമായ സവിശേഷത കൂടിയാലോചന എന്നുള്ളതാണ്, ശൂറ എന്നുള്ളതാണ്. പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് വശാവിർഹും ഫിൽ അംറി എന്നാണ്. തന്റെ അനുയായികളോട് കാര്യങ്ങളെ സംബന്ധിച്ച് കൂടിയാലോചിക്കുക. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതാണ് എന്ന്. പ്രവാചക ചരിത്രത്തിലേക്ക് പരിശോധിച്ചു നോക്കിയാലും ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാലും ഒക്കെ നമുക്ക് ബോധ്യം വരിക ഇതേ കൽപ്പനകൾ പൂർണ്ണമായി പാലിക്കുന്നതിൽ അവർ ശ്രദ്ധാലുക്കളായിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതിനുശേഷമുള്ള ഖുലഫാവുകളും ഒക്കെ സഹാബിമാരിലെ പ്രധാനികളായ ആളുകൾ പാണ്ഡിത്യം കൊണ്ടും ഇസ്ലാമിന്റെ മറ്റു തരത്തിലുള്ള സാംസ്കാരികമായ യോഗ്യതകൾ കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും അതുപോലെ ബുദ്ധിപരമായ മേധാവിത്വങ്ങൾ കൊണ്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുമായി കൂടിയാലോചിച്ചും അവരുടെ അഭിപ്രായം അറിഞ്ഞും മാത്രമേ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാറുണ്ടായിരുന്നുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത ഉപദേശി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവുമേറെ സഹായിച്ചിരുന്നത് പ്രശ്നങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലുമൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെയും സാത്വികരായ ആളുകളെയും അവരെയൊക്കെ ഭരണകൂടം കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു ഭരണരീതിയാണ് ഖിലാഫത്തുർ റാഷിദയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഭരണം ഈ രൂപത്തിൽ പൈതൃകമായി മാറുകയും അങ്ങനെ അത് വേറെ ഒരു സരണിയിലൂടെ പോവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ഡിതന്മാരും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട്
ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് താല്പര്യമുള്ളവരുമായ ആളുകൾ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും കഴിയുന്നത്ര ദൂരം പാലിക്കുവാനുമാണ് ശ്രദ്ധിച്ചത് എന്നും ഇവരുമായുള്ള സമ്പർക്കങ്ങൾ മറ്റുള്ളവർ ഒരിക്കലും ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നും അധികാരി വർഗത്തിലുള്ള ആളുകൾ അവരുടെ ശിങ്കിടികളെയും അവർക്ക് ഓശാന പാടുന്നവരെയും അവർക്ക് റാൻമൂളികളായി കഴിയുന്ന ആളുകളെയും അടുപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു കോക്കസായിരുന്നു ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ഖലീഫയായി അറിയപ്പെടുന്ന ആൾ, ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രമാണിമാരായ ആളുകൾ, അയാളുടെ മക്കൾ, അയാളുടെ സിൽബന്ദികൾ, അതുപോലെ പട്ടാള മേധാവികൾ, അയാൾ പല പ്രദേശങ്ങളിലേക്കും ഗവർണർമാരും മറ്റുമായൊക്കെ നിശ്ചയിക്കുന്ന വിഭാഗം, ഇങ്ങനെയുള്ള ആളുകളാണ് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഭരണാധികാരി ചെവിക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അർഹരും യോഗ്യരും ഇസ്ലാമിക തൽപരരും ശരീഅത്തിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും അവഗാഹം നേടുന്നവരുമായ മഹാപണ്ഡിതന്മാർ അവരെ ഇവരുടെ കണ്ണിലെ കരടായി മാറുകയോ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റപ്പെടുകയോ ചെയ്തു എന്ന് മാത്രമല്ല, പലരും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ വരെ ഉണ്ടായി. അതാണ് ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാം തന്നെ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന്റെയും അതുപോലെ ഒരു വ്യതിയാനത്തിന്റെയും ഒക്കെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് എന്ന് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്നാമത്തെ മൗലികമായ വ്യതിയാനം, ജനങ്ങൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിൽ അവരുടെ അഭിപ്രായ പ്രകടനത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആരെയും ഏത് ഭരണാധികാരിയെയും എപ്പോഴും ചോദ്യം ചെയ്യാം. ഭരണാധികാരി ജനകീയനായിരിക്കും. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരിക്കലും തന്നെ അദ്ദേഹം മാറുകയില്ല. 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജുമാ നമസ്കാരത്തിന് വേണ്ടിയും പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും നിത്യേന ജനമധ്യത്തിൽ വന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭരണാധികാരി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ ശരിയല്ല എന്ന് തോന്നിയാൽ വിമർശിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിന്റെ ഖിലാഫത്തുർ റാഷിദയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ അയ്യുഹന്നാസ് ഇസ്മഉ വഅതിഉ, ജനങ്ങളെ നിങ്ങൾ കേൾക്കുക അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ കേൾക്കുകയില്ല അനുസരിക്കുകയില്ല എന്ന് സദസ്സിൽ നിന്ന് പറയാനുള്ള ധൈര്യം ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിനുണ്ടായിരുന്നു. എന്തുകൊണ്ട് കേൾക്കുകയില്ല അനുസരിക്കുകയില്ല എന്ന് ചോദിക്കുമ്പോൾ ഖലീഫ ഇട്ടിരിക്കുന്ന ഷർട്ട്, ആ ഷർട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന തുണി, ആ തുണി സാധാരണഗതിയിൽ ഓരോ മുസ്ലിമീങ്ങൾക്കും കൊടുത്ത തുണിയേക്കാൾ കൂടുതലുണ്ടല്ലോ, എന്തടിസ്ഥാനത്തിലാണ് അങ്ങേക്ക് ഇത്രയും നീളമുള്ള ഒരു ഷർട്ട് ധരിക്കാനുള്ള തുണി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദ്യം. ആ വിശദീകരണം കിട്ടിയാലല്ലാതെ താങ്കളെ അനുസരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാൻ ഒരു സാധാരണക്കാരന് സാധിക്കുന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനിലൂടെ അതിന് വിശദീകരണം നൽകുന്നു. മകന് കിട്ടിയ വിഹിതം കൂടി എനിക്ക് തന്ന് എന്റെ വിഹിതം കൊണ്ട് സ്വന്തം എനിക്ക് പാകമായ ഒരു ഷർട്ടടിപ്പിക്കാൻ തികയാത്തതിനാൽ മകന്റെ വിഹിതം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഷർട്ടടിച്ചത് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ കൽപ്പിച്ചോളൂ, ഞങ്ങൾ അനുസരിക്കാം എന്ന് പറയുന്നു. ജനങ്ങളോട് മഹറിന്റെ വിഷയത്തിൽ സ്ത്രീകൾ കൂടുതൽ ചോദിക്കരുത് എന്നും ആ മഹർ കുറക്കണമെന്നും ഇങ്ങനെ മഹർ കൂട്ടിപ്പറഞ്ഞാൽ അത് പാവങ്ങളായ ആളുകൾക്ക് ബുദ്ധിമുട്ടായി തീരുമെന്നും ഖലീഫ ഉമർ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സദസ്സിലിരുന്നു കൊണ്ട് ഒരു സ്ത്രീ അവർ എതിര് പറയുകയാണ്, താങ്കൾക്ക് അത് നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. മഹറിന്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കാനും അതിന്റെ കാര്യത്തിൽ അത് ഇത്ര മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയാനുമുള്ള അധികാരം താങ്കൾക്കില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഒരു കൂമ്പാരം തന്നെ മഹറായി കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് തിരിച്ചു വാങ്ങരുത് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്. ആ തിരിച്ചു വാങ്ങുന്ന മഹറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂമ്പാരം പോലും കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം മഹർ കൊടുക്കാമെന്ന് അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ആ സ്ത്രീയുടെ ന്യായം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് പറയുകയാണ്, എല്ലാ ആളുകൾക്കും
ഉമറിനേക്കാളേറെ ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് വിവരമുണ്ടായിപ്പോയല്ലോ എന്ന്. അപ്പൊ ഈ രൂപത്തിൽ ഖലീഫയുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യുകയും അതിലെ ശരിതെറ്റുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പറയുകയും ചെയ്യാൻ ഏത് പൗരനും അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്തുർ റാഷിദയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖലീഫക്കെതിരായിക്കൊണ്ട് ആർക്കും തന്നെ കോടതിയെ സമീപിക്കാം. ന്യായാധിപന്മാരെയും ജഡ്ജിമാരുടെയും ഒക്കെ അടുത്തുപോയിക്കൊണ്ട് ഖലീഫക്കെതിരായിക്കൊണ്ട് കേസ് കൊടുക്കാം. അതിനെ പ്രത്യേകമായി പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ഗവർണറുടെയോ സമ്മതം വാങ്ങുകയൊന്നും ആവശ്യമില്ല. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പ്രത്യേകമായ ചില വിഭാഗങ്ങൾക്കെതിരായി കൊണ്ട് കേസെടുക്കണമെന്നുണ്ട് എങ്കിൽ അതിന് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട വേറെ ആളുകളുടെയോ ഒക്കെ സമ്മതം വാങ്ങണം. അനുവാദം കിട്ടിയതിന് ശേഷമേ കേസെടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഖലീഫയ്ക്കെതിരായിക്കൊണ്ട് സാധാരണക്കാരനായ ഒരു പൗരന് വേണമെങ്കിൽ എവിടെയും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഖിലാഫത്തുർ റാഷിദയിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരങ്കി, അദ്ദേഹം പടയങ്കി ഒരു ക്രിസ്ത്യാനിയായ ഒരുത്തൻ മോഷ്ടിക്കുകയും ആ കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്ക് ന്യായം പറയാൻ അല്ലെങ്കിൽ സാക്ഷികൾ പറയാനോ ഇല്ലാത്തതിന്റെ പേരിൽ ഈ ക്രിസ്ത്യാനിക്ക് അനുകൂലമായിക്കൊണ്ട് ഖലീഫയ്ക്കെതിരായിക്കൊണ്ട് ഷുറൈഹുൽ ഖാദി എന്ന് പറയുന്ന ഷുറൈഹ് എന്ന മഹാപണ്ഡിതൻ ഖലീഫയ്ക്കെതിരെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഇസ്ലാമിന്റെ ആ മൗലികമായ ജനാധിപത്യ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഖിലാഫത്തുർ റാഷിദയിൽ നിന്ന് പൈതൃകമായ ഒരു അനന്തരാവകാശത്തിലേക്ക് ഖിലാഫത്ത് പോയതോടുകൂടി ഈ രൂപത്തിലുള്ള അധികാരം ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടു. നീതി പൂർണ്ണമായി നടപ്പാക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതെയായി. മാത്രമല്ല സമൂഹത്തിലെ ചില പ്രത്യേകമായ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾക്ക് സ്വതന്ത്രമായിക്കൊണ്ട് എന്തും ചെയ്യാനും അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തു. അവരെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ഇഷ്ടം മാനിച്ചുകൊണ്ട് മറ്റുള്ളവർ കഴിയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവർക്കുള്ള വിവേചനത്തിനുള്ള അധികാരവുമൊക്കെ അവരിൽ നിന്ന് ചൂഷണം അവരിൽ നിന്ന് ഇല്ലാതെയാവുകയും അത് തകർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഭരണാധികാരിയും ഭരണകുടുംബവും അവർ കൈകാര്യകർത്താക്കന്മാർ, അവരുടെ ചുറ്റുമുള്ള വലയത്തിലുള്ള ആളുകൾ, അവരെ ജനങ്ങൾ ഭയപ്പെടുന്ന രീതി, അവർക്കെതിരായി കൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അക്രമങ്ങളെയോ ചോദ്യം ചെയ്യുവാനോ അതല്ലെങ്കിൽ അതിനെ നിഷേധിക്കുവാനോ മറ്റാർക്കും സാധ്യമല്ലാത്ത സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഭരണാധികാരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അവന്റെ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവര് ബൈത്തുൽമാലിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന ഓരോ പൈസയും ആ ബൈത്തുൽമാലിലേക്കുള്ള വരവും അതിൽ നിന്നുള്ള ചെലവുകളുമൊക്കെ അത് ഇസ്ലാമികമായ ഹലാല് ഹറാമുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്നും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായിരുന്നു ഖിലാഫത്തുർ റാഷിദയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഭരണാധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരു നയാ പൈസ പോലും ഈ ബൈത്തുൽമാലിൽ നിന്ന് അവിഹിതമായി കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അർഹമായത് തന്നെ പൂർണ്ണമായി എടുക്കാൻ അവർ സന്നദ്ധരാവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണല്ലോ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിക്കൊണ്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടി അദ്ദേഹത്തെ പിടിച്ചുവെക്കുന്നു. എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഭരണാധികാരിയായിട്ടുള്ള ഉത്തരവാദിത്വവും അമാനത്തും ഏറ്റെടുത്ത വ്യക്തി കച്ചവടത്തിന് നടന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറുക? അദ്ദേഹം ചോദിക്കുന്നു, എനിക്കും എന്റെ കുട്ടികളെയും കുടുംബത്തെയും പോറ്റണ്ടേ? അതിനൊരു വരുമാന മാർഗം ആവശ്യമില്ലേ? ആ വരുമാന മാർഗം എവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കും എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ കൂടിയിരുന്ന് ഖലീഫയ്ക്ക് ഇതൊരു ദിവസത്തെ ചെലവ് ഇത്ര വരുമെന്നും അദ്ദേഹത്തിന്റെ കുട്ടികളും കുടുംബവും പട്ടിണി കിടക്കാതിരിക്കാൻ ഏറ്റവും ഞെരുങ്ങിയ ഒരു ജീവിതം നയിക്കാൻ ഇന്ന വരുമാനം അവർക്ക് ബൈത്തുൽമാലിൽ നിന്ന് കൊടുക്കണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജോലിക്ക് പോവേണ്ട, കച്ചവടത്തിന് പോവേണ്ട, അതിനു പകരമായി ഈ വേതനം പറ്റി മുസ്ലിം സമൂഹത്തിന്റെ ഭരണാധികാരം കൈകാര്യം ചെയ്താൽ മതി എന്ന് സഹാബത്ത് തീരുമാനിക്കുന്നു.
പക്ഷെ ഈ ഖലീഫ പിന്നീട് ചെയ്യുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2.5 കൊല്ലത്തോളമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്തുണ്ടായത്. പക്ഷെ മരിക്കുന്ന സന്ദർഭത്തിൽ അതുവരെ ബൈത്തുൽ മാലിൽ നിന്ന് എത്രയാണോ അദ്ദേഹത്തിന് ശമ്പളമായി കൊണ്ട് കൊടുത്തത് അത് മുഴുവൻ തന്നെ തിരിച്ചേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റുകൊണ്ട് ആ സംഖ്യ മുഴുവൻ തന്നെ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടക്കുന്ന ചരിത്രമാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമികമായി ഖലീഫ അത് സ്വീകരിക്കുകയാണ് എങ്കിൽ ഒരു തെറ്റായ കാര്യമല്ല, തികച്ചും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. ആ രൂപത്തിൽ ശമ്പളം വാങ്ങുവാനും കുടുംബത്തെ പോറ്റുവാനും ഒരിക്കലും തന്നെ ഇസ്ലാം എതിരല്ല. പക്ഷേ ഇസ്ലാം അവരിൽ വളർത്തിയ ഏറ്റവും ഉന്നതമായ ആ മൂല്യങ്ങളുണ്ടല്ലോ, ആ സദാചാര മൂല്യങ്ങൾ അത് സ്വീകരിക്കാൻ ഖലീഫയ്ക്ക് മനസ്സുവരാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചരിത്രവും അത്തരത്തിലുള്ള ഒരു സംസ്കാരവുമാണ് ഇസ്ലാം അതിന്റെ ആളുകളിൽ വളർത്തുന്നത്. അപ്പൊ ആ രൂപത്തിൽ ബൈത്തുൽ മാലിന്റെ ഓരോ നയാ പൈസയും വരുന്നത് ഏത് വഴിയിലൂടെ, ചെലവഴിക്കപ്പെടുന്നത് ഏത് വഴിയിൽ എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധവും ഭയവും ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരണാധികാരികൾ ബൈത്തുൽ മാലിനെ സ്വന്തം പിതാവിന്റെ സ്വത്തുക്കളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ, അതില് ഹറാമുകളും ഹലാലുകളും കണിശമായി പാലിക്കപ്പെടാത്ത ഒരവസ്ഥ, ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഭരണം താറുമാറായി പോവുകയും ബൈത്തുൽ മാൽ തകർന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിത്തീരുന്നു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ തനിമയിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്നും ഇതിന് തടയിട്ടിട്ടില്ല എങ്കിൽ ഈ വണ്ടി എങ്ങോട്ടോ ആണ് പോവുക എന്നും അത് ഇസ്ലാമിന്റെ ഒരു ജീവിത സരണിയായിരിക്കുകയില്ല തെരഞ്ഞെടുക്കുന്നത്, കിസ്റയുടെയും കൈസറിന്റെയും ആ ജാഹിലിയ സമ്പ്രദായമായിരുന്നു എന്നും മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന് ബോധ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ, ഇത്തരത്തിലുള്ള ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് എന്നും തന്റെയും തന്റെ കുടുംബത്തിന്റെയും രക്തസാക്ഷിത്വത്തിലൂടെ ഈ മൂല്യങ്ങൾ സമൂഹത്തിൽ അവശേഷിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം സത്യസന്ധമായി പുലരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയുണ്ടായി, ഇബ്നി ഹാദാ സയ്യിദു ശുഹദാ, എന്റെ ഈ മകൻ രക്തസാക്ഷികളുടെ നേതാവായിരിക്കുമെന്ന്. ഇസ്ലാമിക ചരിത്രത്തിലെ രോമാഞ്ചജനകമായ ഈ ചരിത്രം തീർച്ചയായും തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും അവർക്ക് ആവേശവും ഈ തരത്തിലുള്ള ദുഷ്ടക്രിയകൾക്കെതിരായും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഏകാധിപതികൾക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രചോദകമായി കൊണ്ടും തീരണം എന്നാണ് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ഇസ്ലാമിക ചരിത്രങ്ങൾ ഇങ്ങനെ പാടിപ്പറയാനുള്ളതും അല്ലെങ്കിൽ വിലപിക്കാനുള്ളതും അല്ലെങ്കിൽ മാറത്തടിക്കാനുള്ളതുമല്ല. നേരെ മറിച്ച് അവയുടെ സ്പിരിറ്റ് എന്താണ്, അവയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്, മുസ്ലിം സമൂഹത്തോട് അതെന്താണ് വിളിച്ചു പറയുന്നത്, ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, ഇതിലാണ് ഈ സമൂഹത്തിന്റെ രക്ഷയും മോചനവും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.